ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. പെപ്പർ ബീഫ് കറി. നമ്മൾ പെപ്പർ ചിക്കൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പെപ്പർ ബീഫ് കറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇത്. ഞാനിതൊരിക്കലും വെറുതെ പറയുന്നതല്ല. ശരിക്കും നിങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് ബീഫ് കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെയധികം ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ബീഫ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ബീഫ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ബീഫ് കറി തയ്യാറാക്കുവാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലവണ്ണം കൈ കൊണ്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം. ഞാനിവിടെ വിറകടുപ്പിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുക്കറിലാണെങ്കിൽ നമുക്കിത് വെള്ളം ഒഴിക്കാതെ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. അത് മൺകലത്തിലാവുകൊണ്ട് അത്യാവശ്യം വെള്ളം ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് വിറകടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ വിറകടുപ്പിലേക്ക് മൺകലം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് കുക്കായി വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മസാലകൾ റെഡിയാക്കാം. ഞാനിവിടെ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ മല്ലി, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 6 ഏലക്ക, 6 ഗ്രാമ്പു, ചെറിയ കഷ്ണം പട്ട എന്നിവ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം വറുത്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയാണ് അവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ കറിവേപ്പില കൂടി ഒന്ന് ചൂടാകുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഈ മസാലക്കൂട്ടുകൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വീണ്ടും അടുപ്പത്തേക്ക് വെച്ച് ഈ പൊടിച്ചെടുത്ത മസാലക്കൂട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ മസാലപ്പൊടികൾ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് ഇതാ ഇവിടെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. കറിയൊക്കെ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് നമുക്ക് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം സവാള നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഈ സവാള വേകുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമുള്ള മറ്റു മസാലകൾ തയ്യാറാക്കാം. അതിന് വേണ്ടി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ചധികം വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 30ഓളം ചെറുള്ളി നല്ലവണ്ണം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഈ ചെറുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുള്ളി നല്ലവണ്ണം വാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും
വെളുത്തുള്ളിയുടെയുമൊക്കെ പച്ചച്ചുവ മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 തക്കാളിയും മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം. എന്നിട്ട് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഈ തക്കാളി ഒന്ന് കുക്കായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പോൾ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫും സവാളയും ഒക്കെ ഇപ്പോൾ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഗ്രേവി നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ബീഫിൻ്റെ ഗ്രേവിയൊക്കെ അത്യാവശ്യം നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് കറി ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ബീഫ് കറി മുഴുവനായിട്ട് ഈ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് 5 മിനിറ്റോളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ബീഫ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി മുകളിലേക്ക് നമുക്ക് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ പെപ്പർ ബീഫ് കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും വീട്ടിൽ ബീഫ് വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുകൊണ്ട് വളരെയധികം ടേസ്റ്റി ആയിരിക്കും. ഒരിക്കൽ നിങ്ങൾ ഇതുപോലെ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നും ബീഫ് കിട്ടിയാൽ ഇതുപോലെ കറി വെക്കൂ. അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ ഇനി എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഞാൻ പറയേണ്ടതില്ലല്ലോ, നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടാതെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ഉഗ്രൻ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.